നമ്മൾ ഇപ്പം പീഡിയം പാർക്കിൽ പോവാൻ ഞാൻ സോ എക്സൈറ്റഡായി അതിനകത്ത് പോവാനായിട്ട്. ഇവിടെ പീഡിയനൊക്കെ പാർപ്പിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഫാമിലീസും എക്സൈറ്റഡായി. ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മാലദ്വീപ്സ് യാത്രയുടെ 4ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് നമ്മൾ പോകുന്നത് മാലദ്വീപ്സിലെ മാലേ ഐലൻഡിൻ്റെ നടുക്കായി സ്ഥിതി ചെയ്യുന്ന പീജിയൻ പാർക്കിലേക്കാണ്. നമ്മൾ മുൻപ് സബ്മറൈനിൽ കയറാൻ പോയ പ്രസിഡൻഷ്യൽ ജെട്ടിയുടെ ഓപ്പോസിറ്റായിട്ടും അതേപോലെ നമ്മൾ നേരത്തെ ഇട്ട വീഡിയോയിൽ കാണിക്കുന്ന പബ്ലിക് മാർക്കറ്റിൻ്റെ അടുത്തായിട്ടുമാണ് ഈ പീജിയൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പീജിയൻ പാർക്കിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും വാട്ടർ ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കറക്റ്റ് സെൻട്രൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു താമര നിൽക്കുന്ന ഫീലാണ്. താമരയുടെ ഒരു രീതിയിലാണ് അവരത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ വാട്ടർ ഫൗണ്ടൈൻ്റെ എല്ലാ സെറ്റപ്പും ഇവിടെ കാണുന്നുണ്ടെങ്കിലും ഇത് ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന 7 ദിവസവും ഇത് പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ അത്രയ്ക്കും സ്പെഷ്യലായ ഡേയ്സുകളിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുള്ളൂ എന്നാണ് ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പീജിയൻ പാർക്കിലേക്ക് പോവാണ്. പീജിയൻ പാർക്ക് പേര് പറയുന്ന പോലെ തന്നെ 10,000-കണക്കിന് പ്രാവുകൾ ഉള്ള ഒരു ഗ്രൗണ്ടാണിത്. ഈ ഗ്രൗണ്ടിൽ ഒത്തിരി പ്രാവുകളുണ്ട്. ധാരാളം പ്രാവുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അവയ്ക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്നതും അവയുടെ ഒപ്പം കളിക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ പാർക്കിൻ്റെ ചുറ്റുമായിട്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ജയിൽ വരുന്നത് ഈ പാർക്കിൻ്റെ സൈഡിലാണ്. അതേപോലെ ഇവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ ഓഫീസൊക്കെ വരുന്നത് ഇതിൻ്റെ സൈഡിൽ തന്നെയാണ്. മറ്റൊരു സൈഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രസിഡൻഷ്യൽ ജെട്ടി നമ്പർ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബോട്ട് ജെട്ടി വരുന്നത്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ മുസ്ലിംസിൻ്റെ ഒരു മോസ്ക് വരുന്നുണ്ട്. അങ്ങനെ ഈ പാർക്കിൻ്റെ ചുറ്റുമായിട്ട് ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്ങുകളുണ്ട്. ഇപ്പോൾ ഈ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു ഗ്രൗണ്ട് പോലെ കിടക്കുകയാണ്. ഇവിടെ വേറെ മറ്റു കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സാധനങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു പരന്ന് കിടക്കുന്ന ഗ്രൗണ്ടാണ്. അതിൻ്റെ കുറേ സ്ഥലം പുൽത്തകിടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കായിട്ട് നടക്കാനും അതേപോലെ ഒരു വലിയ റൗണ്ടിലൊക്കെ പണിതിട്ടിട്ടുണ്ട്. ഇവിടെയാണ് പ്രാവുകൾ മെയിനായിട്ട് വന്നിരിക്കാറ്. നമ്മൾ രാവിലെയൊക്കെ ഇവിടെ വരികയാണെങ്കിൽ ഇഷ്ടം പോലെ പ്രാവുകൾ ഇവിടെ ഉണ്ടാവും. നമുക്ക് എണ്ണാൻ പോലും പറ്റാത്ത അത്രയും പ്രാവുകൾ ഇവിടെ ഉണ്ടാവും. നമുക്ക് ഒരിക്കലും ഈറ്റങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താനായിട്ടൊന്നും പറ്റില്ല. ഇവയിങ്ങനെ മുട്ടയിട്ട് ഇവിടെ തന്നെ വിരിഞ്ഞ് ഇങ്ങനെ ഒത്തിരി എണ്ണങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവയ്ക്ക് തീറ്റ കൊടുക്കാനായിട്ടും ഇവയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഒത്തിരി ഫോറിനേഴ്സും അതേപോലെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകളും ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ വന്നാലാണ് നിങ്ങൾക്ക് ഇത്രയും പ്രാവുകൾ ഇവിടെ കാണാൻ പറ്റുക. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റ പ്രാവിനെ പോലും ഇവിടെ കാണാൻ പറ്റില്ല. നമ്മളൊരു ദിവസം രാവിലെ വന്നപ്പോഴാണ് ഇത്രയും പ്രാവുകളെ കണ്ടത്. പിന്നെ ഒരു ദിവസം വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ ഒറ്റ പ്രാവുകളും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ മരത്തിൻ്റെ മുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് ഇരിപ്പുണ്ട്. അതായത് രാവിലെ തുടങ്ങി ഇവിടെ വരുന്നവർ ഈ തീറ്റ ഇട്ട് കൊടുക്കുന്നതൊക്കെ തിന്ന് ഇവയുടെ വിശപ്പൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവ മരത്തിൻ്റെ മുകളിലൊക്കെ തന്നെ ഇരിക്കുള്ളൂ. പിന്നെ താഴത്തേക്കൊന്നും ഇറങ്ങി വരില്ല. അതേപോലെ പിന്നെ വെയിലൊക്കെ അധികം ആയി കഴിഞ്ഞാൽ ഇവർ താഴത്തേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാവുകളുടെ നിങ്ങൾ ആരെങ്കിലും മാലദ്വീപ്സിൽ പോകുന്നുണ്ടെങ്കിൽ ഈ പീജിയൻ പാർക്കിൽ പോകാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക. രാവിലെ ഒരു 8 മണിക്ക് മുമ്പെങ്കിലും എത്തിയാൽ മാത്രമാണ് ഇതേപോലെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഈ പ്രാവുകളുടെ കൂട്ടത്തെ. അപ്പോൾ ഇവിടെ ഉള്ളവർ കുറേ പേരൊക്കെ ഫുഡ് വാങ്ങിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇത് അറിഞ്ഞു വരുന്നവരൊക്കെ അരി, പയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് സെൻറ്ററിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അവയുടെ അടുത്തൊക്കെ നിന്ന് പോയി ഫോട്ടോ എടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ഹാൻഡ് ഫീഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു, പക്ഷേ അത് അത്രത്തോളം സക്സസ് ആയില്ല. കാരണം ഇവർ കയ്യിൽ വന്ന് അധികം എടുക്കുന്നില്ല. ഇവർക്ക് താഴ്ത്തുനിന്ന് തന്നെ ഒത്തിരി ഫുഡ് കിട്ടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവർ നമ്മുടെ കയ്യിൽ വന്നൊന്നും അങ്ങനെ ഫുഡ് എടുക്കുന്നതായിട്ട് കണ്ടില്ല. ഇതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഈറ്റങ്ങളുടെ കൂടെ കളിക്കാനും ഇതിനെങ്ങനെ പറത്തി കളിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഒത്തിരി പേര് നമ്മൾ ഈ പറഞ്ഞ പോലെ സബ്മറൈനിൽ പോകാനും അല്ലെങ്കിൽ ബോട്ട് ജെട്ടി പോകാനൊക്കെ ആയിട്ട് വരുന്നവർ ഇത് കണ്ടു കഴിയുമ്പോൾ പിന്നെ ഇതിനു വേണ്ടി മാത്രമായിട്ട് അവരൊരു ദിവസം കണ്ടുപിടിച്ച് അതിനു വേണ്ടി അവർ വരുന്നുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ ഇത്രയും വിപുലമായിട്ടൊന്നും നമ്മളിത് കണ്ടിട്ടില്ല. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഡൽഹി, മുംബൈ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും വിപുലമായിട്ട് ഇത്രയും എണ്ണം പ്രാവുകളെ നമ്മൾ അവിടെയൊന്നും കണ്ടിട്ടില്ല. ഇവിടെ ഇത് ഒത്തിരി എണ്ണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പാർക്കിൻ്റെ ശരിക്കും പേര് മറ്റെന്തോ ആയിരുന്നു. പിന്നീട് ഈ പ്രാവുകളുടെ ഇങ്ങനെ വന്ന് എല്ലാവരും അതിനെ ഇങ്ങനെ ഫീഡ് ചെയ്ത് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടായിരിക്കണം പിന്നീട് ഇപ്പോൾ ഇതിൻ്റെ പേര് പീജിയൻ പാർക്ക് എന്നൊക്കെ ആയി മാറിയത്. നാട്ടെത്തിയിട്ട് പീജിയൻസൊക്കെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. അതുപോലെ നമ്മൾ ഫോട്ടോ എടുത്ത് മമ്മിയുടെ അതിനും ഞാനുണ്ട്. അതുപോലെ നമ്മൾ പീജിയൻസിനൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം. വെറുതെ എന്നെ ഓടിപ്പിക്കലേ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പീജിയൻ പാർക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും രാവിലെ തന്നെ വരാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ അന്നത്തെ ദിവസം തന്നെ നമ്മൾ ഇത്ര നേരം കണ്ട വീഡിയോ നമ്മൾ എടുത്തത് രാവിലെയാണ്. അന്നത്തെ ദിവസം വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ നമുക്ക് വിരലിലുണ്ടാവുന്ന പ്രാവുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ മരത്തിൻ്റെ മുകളിലിരിക്കുള്ളൂ. പിന്നെ അധികമൊന്നും താഴത്തേക്ക് വരില്ല. അതുകൊണ്ട് പീജിയൻ പാർക്കിൽ വരുന്നവർ എന്തായാലും രാവിലെ തന്നെ വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. മാൽദീവ്സ് യാത്രയിലെ 3 എപ്പിസോഡുകൾ ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ അതുകൂടി ഒന്ന് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. സബ്മറൈൻ്റെ ഒരു വീഡിയോയും അതേപോലെ ഇവിടെയുള്ള ഫിഷ് മാർക്കറ്റ്, അതേപോലെ ലോക്കൽ മാർക്കറ്റ്, പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ജേണി, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള എപ്പിസോഡുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്. ഇനിയും മാൽദീവ്സിൻ്റെ വിശേഷങ്ങളടങ്ങിയ, മാൽദീവ്സിലെ പല സ്ഥലങ്ങളടങ്ങിയ മറ്റ് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം കാണുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ടൈം. This is the end of the video. Please subscribe to my channel.